ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ കഥയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഷിനു എന്ന് പറയുന്ന ഒരു ചെക്കൻ്റെ കഥയാണ്. അപ്പം കഥ കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി മടുപ്പിക്കാത്ത കഥയിലേക്ക് പോയാലോ. ഞാൻ കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്തായിരുന്നു അമ്മ വന്ന് വാതിൽ തുറന്നത്. എടാ, നീ ഇന്ന് ഈ റൂമിൽ നിന്ന് മാറണം കേട്ടോ. മറ്റൊന്നുമല്ല, സന്ധ്യ ചേച്ചി ദേ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. പെട്ടെന്ന് അമ്മ ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ചോദിച്ചു, ഏത് സന്ധ്യ ചേച്ചി? നമ്മുടെ അയലത്തെ വീട്ടിൽ താമസിക്കുന്ന സന്ധ്യ ചേച്ചിയോ? ആ, അതെ. അതിപ്പം വാടകയ്ക്ക് കൊടുത്തേക്കല്ലേ. അവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് കിടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ സന്ധ്യ ചേച്ചി ഭർത്താവിൻ്റെ വീട്ടിലൊന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ തന്നെ പറഞ്ഞു, അവളിപ്പം അവരുമായിട്ട് കുറച്ച് തെറ്റിയൊക്കെ നിൽക്കുക. അതും കൂടെ പറഞ്ഞൊന്ന് സോൾവ് ചെയ്യാനായിട്ടാണ് ഇപ്പം ഞങ്ങൾ അവളെ ഇങ്ങോട്ട് വരുത്തുന്നത്. അവരുടെ വീട്ടുകാരും ഇല്ലല്ലോ, പിന്നെ നമ്മളല്ലേ ഉള്ളൂ അയൽക്കാരായിട്ട്. നമ്മൾ തന്നെ ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ എന്ന് മാത്രം അമ്മ എന്നോട് പറഞ്ഞു. ഛേ, എൻ്റെ റൂം പോയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മ പുറത്തുനിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, എടാ, ആ റൂമെല്ലാം വൃത്തിയാക്കിയിട്ടേരെ, അവൾ വന്നു കണ്ടു കഴിഞ്ഞാൽ മോശമാണ് കേട്ടോ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് വെച്ചു. എൻ്റെ ചെറിയൊരു മുറിയുണ്ട്. ആരെങ്കിലും ഗസ്റ്റെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ആ റൂമിലാണ് കിടക്കാറ്. സന്ധ്യ ചേച്ചി കല്യാണം കഴിഞ്ഞൊക്കെ പോകുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ സന്ധ്യ ചേച്ചി എന്ന് പറഞ്ഞ ജീവനാണ്. കാണാൻ അന്നോട്ടേ നല്ലൊരു സുന്ദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയാറുണ്ട്, നിൻ്റെ നെയ്ബറായിട്ടുള്ള സന്ധ്യ ചേച്ചിയെ കാണാൻ നല്ല സുന്ദരിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. ഞാനൊന്നും ചേച്ചിയെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അന്നത്തെ ദിവസം ഉച്ചയോടടുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ സന്ധ്യ ചേച്ചിയുടെ കാറ് വീടിന് മുന്നിൽ വന്നു നിന്നു. ആ സമയത്ത് ഞാൻ അവിടേക്ക് നോക്കി. അപ്പോൾ തന്നെ ഒരു കണ്ണാടിയൊക്കെ വെച്ച് ഒരു മോഡൽ ലുക്കിലൊരു പെണ്ണിറങ്ങി വരുന്നു. അയ്യോ, ഇത് എൻ്റെ സന്ധ്യ ചേച്ചി തന്നെയാണോ? ഇവിടുന്ന് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ പട്ടുപാവാടയും ഉടുപ്പും മാത്രം, പിന്നെ ഒരു ചുരിദാറ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് സാരി. ഇത് മാത്രമായിരുന്നു സന്ധ്യ ചേച്ചിയുടെ വേഷം. ഇതിപ്പം ഗൾഫിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതാകെ മാറിയല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുറത്തോട്ടിറങ്ങുന്നത്. പെട്ടെന്ന് എന്നെ കണ്ട സമയത്ത് സന്ധ്യ ചേച്ചി ഒന്ന് ചിരിച്ചു. ശേഷം ഗൗരവത്തോടെ അകത്തേക്ക് കയറി വന്നു. അപ്പോഴും ആ ഒരു കൂളിംഗ് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ നെറ്റിക്ക് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജീൻസും പിന്നെ ഒരു ടോപ്പും ആയിരുന്നു വേഷം. പിന്നെ സന്ധ്യ ചേച്ചി അന്ന് മുതലേ അത്യാവശ്യം വണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വേഷമൊക്കെ സന്ധ്യ ചേച്ചിക്ക് അത്യാവശ്യം നന്നായിട്ട് ചേരുന്നുണ്ട്. അതും ഞാനൊന്ന് നോക്കി നിന്നു. സന്ധ്യ ചേച്ചി അകത്തേക്ക് കയറി വന്ന സമയത്ത് തന്നെ അമ്മ പോയി കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. ശേഷം കുറച്ചു നേരം ആ ഹാളിലിരുന്ന് അമ്മയുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചു. അത് ദാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോഴും സന്ധ്യ ചേച്ചി എന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഒരു ഗൗരവത്തിൽ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ആ രീതിയിലായിരുന്നു ഇരിക്കുന്നത്. എന്തോ ഒരു കനത്തിൽ കിട്ടിയതുപോലെ ഒരവസ്ഥ. അതായിരുന്നു സന്ധ്യ ചേച്ചി എനിക്ക് ആ സമയത്ത് തോന്നിയത്. സന്ധ്യ ചേച്ചി അമ്മയുമായിട്ട് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് അമ്മ എഴുന്നേറ്റ് പോയ സമയത്ത് എന്നെ ഒന്ന് നോക്കി. ശേഷം എന്നെ നോക്കിയിട്ട് ഒരു കൗതുകത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. നീ അങ്ങ് വളർന്നു പോയല്ലോ എൻ്റെ ചെക്ക എന്ന് മാത്രം പറഞ്ഞു. നേരത്തെ ഞാൻ പോകുന്ന സമയത്ത് നീ കൊച്ചു കുഞ്ഞിനെ പോലായിരുന്നു എനിക്ക് തോന്നിയത് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ചേച്ചി പോകുന്ന സമയത്ത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കായിരുന്നു, അപ്പം ഞാൻ കൊച്ചു കുഞ്ഞായിരുന്നു. ചേച്ചിക്ക് കണ്ണിലെന്തോ കുരുവുണ്ട്, അതാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്ന സമയത്ത്, ഓ, നീ വലിയൊരു പുരുഷൻ, ഒന്ന് പോയട ചെക്ക എന്ന് മാത്രം സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാനും വിട്ടുകൊടുത്തില്ല. ആ സമയത്ത് തന്നെ സന്ധ്യ ചേച്ചിയോട് ഞാനും പറഞ്ഞു, ചേച്ചിയുടെ ഇപ്പം കൂളിംഗ് ഗ്ലാസും മൊത്തത്തിലുള്ള ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഏതോ സിനിമയിലെ ഒരു കോമഡി ലുക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ചേച്ചി ഓടി വന്ന് എന്നെ തല്ലാൻ വരുന്നുണ്ടായിരുന്നു. അത് തമാശയായിട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ ചേച്ചി ചുമ്മാ ചെയ്യണേ എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി ഒന്ന് മാറി നിന്നു. വന്നപ്പോഴേ രണ്ടുപേരും തുടങ്ങിയല്ലോ അടി എന്ന് പറഞ്ഞ് അമ്മ അവിടേക്ക് വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും സന്ധ്യ ചേച്ചിയും ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. മോളെ, നിന്റെ മുറി എവിടെയാണ്? ഡാ, കൊച്ചിന് മുറി കൊണ്ടേ കാണിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞ് അമ്മ അവിടേക്ക് പോയി. വാ, എൻ്റെ മുറി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഞാൻ സന്ധ്യ ചേച്ചിയും വിളിച്ച് അങ്ങോട്ട് ചെന്നു. ഞാൻ സന്ധ്യ ചേച്ചിയെ അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടേക്ക് മുറിയിലേക്ക് വന്നതിന് ശേഷം സന്ധ്യ ചേച്ചി ഒന്ന് ശ്വസിച്ചതിന് ശേഷം പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താടാ ഇവിടെ ഒരു ചെറിയ നാറ്റം പോലെ, ഒരു ചെറിയ സ്മെല്ല് പോലെ ഉണ്ട്, എന്താ ഒന്ന് നോക്കിയേ
എന്ന് പറയുന്ന സമയത്ത് ഞാൻ അവിടെ എല്ലാം നോക്കി. ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തോ ഒരു മണം വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നീ ഒന്ന് നോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഇവിടെ ഒരു കുഴപ്പമില്ല ചേച്ചി, ചേച്ചിക്ക് തോന്നിയായിരിക്കും. ആ സമയത്ത് ഞാൻ അങ്ങനെ പറയുമ്പോഴും സന്ധ്യ ചേച്ചി അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ബാഗിൽ നിന്നും ചേച്ചി കൊണ്ടുവന്ന കൂടിയൊരു റൂം സ്പ്രേ അതെടുത്ത് അവിടെ എല്ലാം ഒന്ന് അടിച്ചു. ശേഷം ആ ബാഗും കാര്യങ്ങളൊക്കെ ചേച്ചി ഒരു മൂലയ്ക്കായിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചു. ശേഷം ആ കട്ടിലിൽ കയറിയിരുന്നു. ഇത് നിന്റെ റൂമാണല്ലേ, മൊത്തത്തിൽ അടിപൊളിയായിട്ട് ഒരു അലങ്കോലമാക്കി വെച്ചിട്ടുണ്ടല്ലോ നീ എന്ന് സന്ധ്യ ചേച്ചി എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു. അത് ചേച്ചി ഗൾഫിൽ നിന്നൊക്കെ വരുന്നത് കൊണ്ടാണ്, ഇതിപ്പം ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളല്ലോ, അതാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ആ ഏതായാലും ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. എവിടെ ബാത്റൂം? ഇതിനകത്ത് ബാത്റൂം ഉണ്ടോ? ആ സമയത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. കുഞ്ഞൊരു ബാത്റൂം അതിനകത്തുള്ളത്. പിന്നെ ഇവിടെ ഞാൻ മാത്രമേ കയറാറുള്ളൂ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തും പോകാട്ടോ. പുറത്ത് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ സന്ധ്യ ചേച്ചിക്ക് അത്ര പിടിച്ചില്ല. പെട്ടെന്ന് തന്നെ സന്ധ്യ ചേച്ചി എന്നോട് പറഞ്ഞു, പുറത്ത് വേണ്ട, ഞാൻ അകത്ത് തന്നെ ചെയ്തോളാം, ഏതായാലും നീ ഇറങ്ങിക്കോ എന്ന് മാത്രം സന്ധ്യ ചേച്ചി എന്നോട് പറഞ്ഞു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ അതൊന്നും പിടിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ എൻ്റെ മുറിയിലേക്ക് വന്നു, അതായത് എൻ്റെ സെക്കൻഡ് റൂമായിട്ടുള്ള ചെറിയ ചായ്പിൽ. അവിടെ വന്നതിന് ശേഷം ഞാൻ അവിടെ ഇരുന്നു. കുറച്ചു നേരം അവിടുത്തെ കട്ടിലിൽ ഇങ്ങനെ കിടന്നുറങ്ങാൻ നല്ല രസമായിരുന്നു. ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. സന്ധ്യ ചേച്ചി അപ്പോഴും മുറി അടച്ചിട്ടിരുന്നത്. അങ്ങനെ കുറേ സമയങ്ങൾ കഴിഞ്ഞു. ശേഷം സന്ധ്യ ചേച്ചി ആ ഒരു സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. എൻ്റെ വീട് തന്നെയല്ലേ വാടകയ്ക്ക് കൊടുത്തേക്കുന്നത്, അതിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് അറിയാനാണ്, നീ കൂടെ വരുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാനും കൂടെ ചെന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ സന്ധ്യ ചേച്ചിയും ഞാനുമായിട്ട് അങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു പുളിമാങ്ങ കണ്ട് സന്ധ്യ ചേച്ചി അത് പിച്ചെടുത്തു. എടാ, ഇത് നമ്മൾ പണ്ട് വെച്ചാറുള്ള സാധനങ്ങളൊക്കെ അല്ലേ, ഇതിപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. പെട്ടെന്ന് സന്ധ്യ ചേച്ചി ആ ഒരു പുളിമാങ്ങ കടിച്ചു തിന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട്? നല്ല പുളിയുണ്ടടാ, നീ ഒന്ന് കടിച്ചു നോക്കുന്നോ എന്ന് പറഞ്ഞ് എനിക്ക് നീട്ടി. ഞാൻ നോക്കിയപ്പോൾ നല്ല ആ ഒരു പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ടുള്ളതുപോലെ. ഈ പുളിമാങ്ങ കഴിക്കുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്, പണ്ട് നമ്മൾ അരിയും കൂട്ടാനും ഒക്കെ കളിക്കത്തില്ലായിരുന്നോടാ, അതേപോലെ ഒരു കാര്യങ്ങളൊക്കെ. അതൊരു രസം ഉണ്ടായിരുന്നല്ലേ അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഓവ്വ അതൊന്നും മറന്നിട്ടില്ല ചേച്ചി. ആ നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ സമയത്തും അങ്ങനെ അരിയും കൂട്ടാനും ഉണ്ടാക്കുന്നു, പിന്നെ അവിടുത്തെ ആ ഒരു റൂമിൽ പോയി കിടന്നുറങ്ങുന്നു, ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാലോചിച്ചു, പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് സന്ധ്യ ചേച്ചിയും ഞാനും തമ്മിൽ ഒരു വേർതിരിവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ സന്ധ്യ ചേച്ചി വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പുതുമയും മറ്റൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. സന്ധ്യ ചേച്ചി അങ്ങോട്ട് പോകുന്ന സമയത്തും എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, ആ ഒരു ലൈഫൊക്കെ മതിയായിരുന്നു അല്ലേടാ. അതിപ്പം ഇപ്പോഴാണെങ്കിലും അങ്ങനെയൊക്കെ പറ്റില്ല ചേച്ചി, നമ്മളൊരു ഈഗോ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ അങ്ങനെയൊന്നും പറ്റാത്തത്. ഇപ്പോൾ ചേച്ചി ആ ഒരു കുട്ടിത്തം മാറിയിട്ടില്ലെങ്കിൽ ചേച്ചിക്ക് ഇപ്പോഴും കളിക്കാം എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അപ്പം തന്നെ സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോഴൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്ത് പറയുമെന്ന് അറിയാൻ പറ്റില്ല, മറ്റുള്ളവരെ നമ്മൾ എന്തിനാ ചേച്ചി നോക്കുന്നത്, നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, ചേച്ചിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോഴും അത് നോക്കാം എന്ന് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു. അപ്പോൾ ആ ഒരു ചെറിയ കുട്ടിക്കളിയായിരുന്നു ആ സാധനം, പക്ഷേ ചേച്ചിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ തന്നെയാണ് ഞാൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. അത് ചേച്ചിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി എന്തൊക്കെയാലും വന്നിട്ട് ചേച്ചി പറഞ്ഞതുപോലെ അതെന്താണ് അതിൻ്റെ ഒരു ഗുഡൻസ് എന്നുള്ളത് നോക്കണമെന്നും എനിക്കും ഉണ്ടായിരുന്നു. എടാ, എനിക്ക് ബാലരമയും മംഗളം അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഇങ്ങനെയെല്ലാം ഓപ്പണായിട്ട് പറയാൻ വേറെ ആരുമില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞ് സന്ധ്യ ചേച്ചി എന്നെ ഒന്ന് തട്ടി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി ഈ സംഭവങ്ങളൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എപ്പോഴും, ചേച്ചി ഒന്ന് കാണാഞ്ഞിട്ടാ. അപ്പോൾ തന്നെ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും വായിക്കാൻ കിട്ടില്ലടാ, നമ്മൾ ബോറടിച്ച് ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടി വരും, അത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ഫ്രീയാ ഞാൻ, എനിക്ക് തിരിച്ചു പോകാനേ തോന്നുന്നില്ല എന്ന് സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ചേച്ചി എന്തിനാ ഇനി പോകുന്നത്, ചേച്ചിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ മേലഞ്ഞിട്ടോ
എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ. ഇവിടുത്തെ സന്തോഷവും കാര്യങ്ങളൊന്നും അവിടെ കിട്ടത്തില്ലോ ചേച്ചി എന്നെ ഞാൻ ഓപ്പണായിട്ട് സന്ധി ചേച്ചിയോട് പറഞ്ഞു. അത് ശരിയാടാ, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഗുഹയിൽ പെട്ടതുപോലാണ്. എന്തൊക്കെയായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിന്നോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ സന്ധി ചേച്ചിക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻ കൊടുത്തു. ചേച്ചി എന്താണെങ്കിലും ശരി തന്നെ, ഉള്ളത് കൊണ്ട് നിൽക്കാനാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഇവിടെ നിന്നൂടെ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ടല്ലോ. പിന്നെ വീട് വേണമെന്നുണ്ടെങ്കിൽ അവർ വാടകയ്ക്ക് നിൽക്കല്ലേ, അവരുടെ അടുത്ത് ഇവിടെ നിന്ന് മാറാൻ പറയാം. അല്ലെങ്കിൽ ചേച്ചിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാമല്ലോ. ഇവിടെ വേറെ പരിധിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ചേച്ചി എന്തിനാ വെറുതെ പോകുന്നേ എന്ന് തന്നെ ഞാൻ സന്ധ്യ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ സന്ധ്യ ചേച്ചിക്ക് ഈ ഒരു വാക്കുകൾ ആരിൽ നിന്നും കിട്ടുന്നില്ലായിരുന്നു. വീട്ടുകാരാണെങ്കിൽ അങ്ങനെ കളഞ്ഞിട്ട് പോയി. ഇപ്പോൾ ദാമ്പത്തികമാണെങ്കിലും ഇങ്ങനെ ആരും അങ്ങനെ കൂട്ടാനില്ലാത്തത് കൊണ്ടാണ് സന്ധ്യ ചേച്ചി അങ്ങനെ ആയത്. അതുകൊണ്ടാണ് സന്ധ്യ ചേച്ചിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ പറയുന്ന സമയത്ത് സന്ധ്യ ചേച്ചി അതെല്ലാം ചെവി കൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും സന്ധ്യ ചേച്ചിയും ആ വാടക വീട് മൊത്തത്തിലൊന്ന് കണ്ട് അത്യാവശ്യം വൃത്തിയാക്കി തന്നെ ഇരിക്കുകയാണ്. അവിടെ ഒരു ഫാമിലിയാണ് ഇപ്പം താമസിക്കുന്നത്. സന്ധ്യ ചേച്ചിയുടെ ആ വീടെല്ലാം ഒന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ശേഷം ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ സന്ധ്യ ചേച്ചി നേരെ പോയത് എൻ്റെ റൂമിലേക്കാണ്. ആ സമയത്ത് ഞാനും അകത്തേക്ക് ചെന്ന് കയറി കൊടുത്തു. പെട്ടെന്ന് സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, വാ തരാം എന്ന് പറഞ്ഞ് അവിടേക്ക് കൊണ്ടു ചെല്ലുന്ന സമയത്ത് എനിക്കൊരു ഡ്രമ്മർ എടുത്ത് തന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും താടിയും കാര്യങ്ങളൊന്നും വളർന്നിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതെനിക്കെന്തിനാ എന്ന് ചോദിക്കുന്ന സമയത്ത് സന്ധ്യ ചേച്ചി എന്നെ പറഞ്ഞു, എടാ നീ വെച്ചോ, നിനക്ക് ആവശ്യം വരുമായിരിക്കും എന്ന് തന്നെ സന്ധ്യ ചേച്ചി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുന്ന സമയത്തായിരുന്നു അമ്മ അവിടേക്ക് വന്നത്. അപ്പോൾ തന്നെ മോൾ അപ്പുറത്തൊക്കെ പോയായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അമ്മ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ തന്നെ ഞാനും സന്ധ്യ ചേച്ചിയും മാത്രം ആ മുറിയിലിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ സന്ധ്യ ചേച്ചി ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് സന്ധ്യ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി നേരത്തെ പറഞ്ഞ കളി നമുക്ക് കളിക്കണോ? നേരത്തെ പറഞ്ഞ പോലെ അരിയും കൂട്ടാനും കാര്യങ്ങളൊക്കെ അത് അടിപൊളിയല്ലേ എന്ന് പറയുമ്പോൾ ചേച്ചീനെ പറഞ്ഞു, അല്ലേ വേണ്ട, മോശമാവും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ. നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇത് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ ചേച്ചി. ആണോ എന്നൊക്കെ പറയുമ്പോൾ സന്ധ്യ ചേച്ചി ഒന്ന് ചിരിച്ചു. സമയം കുറേ പോയി, സന്ധ്യ കഴിഞ്ഞു. അത് രാത്രിയോട് അടുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞു, രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറഞ്ഞ ശേഷം ഞാൻ എൻ്റെ റൂമിൽ നിന്നും സന്ധ്യ ചേച്ചി റൂമിൽ നിന്നും ഇറങ്ങി വന്നു. അപ്പം തന്നെ അമ്മയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ എനിക്കും സന്ധ്യ ചേച്ചിയും അത് സുഖമുള്ളൊരു കാര്യമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരവരുടെ റൂമിലേക്ക് പോയി. അമ്മയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത റൂമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളിലോട്ട് മാറിയാണത്. എൻ്റെയും സന്ധ്യ ചേച്ചിയുടെ റൂം തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ സന്ധ്യ ചേച്ചി വാതിലടച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ റൂമിലെത്തിയ സമയത്തായിരുന്നു, അയ്യോ എൻ്റെ ഒരു കാര്യം മറന്നല്ലോ. അത് മറ്റൊന്നും ആയിരുന്നില്ല, അവിടെ ഞാനൊരു യൂക്കാലിസിൻ്റെ തൈലം വെച്ചിരുന്നു. അത് ചില സമയത്ത് ടിഷ്യൂ പേപ്പറിനകത്ത് മുക്കിയിട്ട് ഞാനത് മൂക്കിലിങ്ങനെ വലിക്കാറുണ്ട്, ചില ജലദോഷവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പേപ്പറും പിന്നെ ആ തൈലം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത്. അപ്പോഴാണ് സന്ധ്യജിയുടെ റൂം അടച്ചിട്ടില്ല എന്ന് കണ്ടത്. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അത് ലൈറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ നിമിഷം തന്നെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. എന്നെ കണ്ടതും സന്ധ്യ ചേച്ചി പെട്ടെന്ന് കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു. പെട്ടെന്നൊരു അത്ഭുതം എന്ന പോലെ എന്നെ നോക്കി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സന്ധ്യ ചേച്ചി പറഞ്ഞു, എടാ നീ വരുന്ന സമയത്ത് വാതിൽ മുട്ടണം കേട്ടോ എന്ന് പറഞ്ഞു. ആ നിമിഷമാണ് സന്ധ്യ ചേച്ചി പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ ഓർത്തത്. ഞാൻ ആ വാതിൽ മുട്ടണ്ടായിരുന്നു. മോശമായിപ്പോയി. പെട്ടെന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, എടാ നീ വന്നോളൂ, കുഴപ്പമില്ല, എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തോണ്ട് പൊക്കോ എന്ന് പറഞ്ഞ ശേഷം സന്ധ്യ ചേച്ചി അത് പറഞ്ഞു. സന്ധ്യ ചേച്ചി അത് പറയുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മതി, എന്തായാലും നടക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പം സന്ധ്യ ചേച്ചി വന്നു. എടാ അത് കുഴപ്പമൊന്നുമില്ല, വന്നോളൂ, ഞാനിപ്പം നൈറ്റൊക്കെ ആകുമ്പം അങ്ങനെയൊക്കെ തന്നെയാണ്, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. നീ ഇതൊന്നും കണ്ട് അങ്ങനെ അത്ഭുതപ്പെടുകയൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഹോസ്റ്റൽ ലൈഫൊക്കെ അല്ലേ, അങ്ങനെ ആയ സമയത്ത് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. നിനക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പൊക്കോ, കുഴപ്പമൊന്നുമില്ല
എന്ന് പറഞ്ഞ് സന്ധ്യ ചേച്ചി എന്നോട് ആവശ്യപ്പെട്ടതിന് ശേഷം കട്ടിലേക്ക് മാറിയിരുന്നു. ഞാൻ ആ നിമിഷം സന്ധ്യ ചേച്ചിയെ നോക്കിയില്ല. സന്ധ്യ ചേച്ചിയെ നോക്കാതെ തന്നെ ഞാൻ അലമാരയിലെല്ലാം തപ്പുകയായിരുന്നു യൂക്കാലിസിൻ്റെ തൈലം. പെട്ടെന്ന് സന്ധ്യ ചേച്ചി എന്നോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്? അപ്പം തന്നെ ഞാൻ മറുപടി പറഞ്ഞു, ചേച്ചി ഒരു തൈലം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ നോക്കുകയാണ്, അതെവിടെയാണ് വെച്ചതെന്ന് എനിക്കൊരു ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ സന്ധ്യ ചേച്ചി എൻ്റെ അരികിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അവിടെ അലമാരിയിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സന്ധ്യ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എവിടെ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സന്ധ്യ ചേച്ചി അവിടേക്ക് ഇടിച്ചു കയറി വന്നു. ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ എല്ലാം സന്ധ്യ ചേച്ചി തപ്പുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സന്ധ്യ ചേച്ചി ഞാനൊരു കാര്യം ചെയ്യാം, ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ നോക്കാം, അതായിരിക്കില്ലേ നല്ലത് ഇപ്പോൾ ഈ ഒരു സമയത്ത്. പെട്ടെന്ന് സന്ധ്യ ചേച്ചിയോട് ഞാനങ്ങനെ പറയുമ്പോൾ സന്ധ്യ ചേച്ചി ഒന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. എടാ, നീ ഗൾഫിലൊന്നും പോയിട്ടില്ല എന്നുള്ള ഇങ്ങനെ തോന്നുന്നത്, നീ അറ്റ്ലീസ്റ്റ് ബാംഗ്ലൂരോ ഡൽഹിയിലോ അങ്ങനെയൊക്കെ ഒന്ന് പോയി നോക്ക്. അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗേൾസ് ഈ ഒരു ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വസ്ത്രധാരണം പോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എന്നേക്കാൾ അടിപൊളിയായിരിക്കും അങ്ങനെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏതായാലും ഇവിടുന്ന് കാണുന്നില്ല ചേച്ചി, എന്നാൽ ഞാൻ പോട്ടെ എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഏതായാലും നീ വന്നതല്ലേ, നിൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നാണെന്നുണ്ടെങ്കിൽ കുറേ കാലം കൂടി ആരെങ്കിലും സംസാരിക്കാൻ കിട്ടുന്നതാണ്, അപ്പോൾ ആ ചാൻസ് അങ്ങനെ കളയാൻ പാടില്ലല്ലോ, നീ ഏതായാലും വാ, ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞ് സന്ധ്യ ചേച്ചി എന്നെ അവിടെ പിടിച്ചിരുത്തി. എടാ, നിൻ്റെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു, എന്തെങ്കിലും ഗേൾ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ആയോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി എനിക്ക് ഇവിടെ നിന്നാവാനാ, പണ്ട് നീ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടന്നിട്ടില്ലായിരുന്നോ, അവിടെ സെറ്റായോ എന്ന് പറയുമ്പം അതൊക്കെ അന്നേ പോയി ചേച്ചി, പിന്നെ ഒന്നും ആയിട്ടില്ല. അപ്പം കോളേജ് ലൈഫിലൊന്നും ആയില്ല. ഞാൻ പറഞ്ഞു, ഒന്നും ആയില്ല. അയ്യേ, നീ എന്തൊരു മണ്ടനാ, ഒരെണ്ണമെങ്കിലും നോക്കിക്കൂടായിരുന്നോ എന്ന് ചേച്ചി ചിരിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് നമുക്കെവിടെ സെറ്റാവാനാ ചേച്ചി എന്ന് തന്നെ ഞാനങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ, നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ് എന്ന് മാത്രം ചേച്ചി പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ചേച്ചി എൻ്റെ അടുത്ത് വീടിന് ചോദിച്ചു, നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ വാടകക്കാരുണ്ടല്ലോ, അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും അല്ലേ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞ സ്ത്രീയും പുരുഷനും ഒന്നല്ല, അവരാണെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാണ്. ആയിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർ ലിവിങ് ടുഗദർ ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് ചേച്ചി ചിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ഓ അല്ല, അത് ബാംഗ്ലൂരും ഗൾഫും പരിഷ്കാരം കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ചേച്ചി, നമ്മുടെ കുഗ്രാമമല്ലേ, ഞങ്ങൾ അങ്ങനെയുള്ള വാടകക്കാരെ മാത്രമേ ഏൽപ്പിക്കത്തുള്ളൂ, ഒന്നും പ്രശ്നമില്ലടാ, ഇന്നത്തെ കാലത്താണ് ഇങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ ഈ ഒരു ലീവിലൊക്കെ പോകുന്നത്. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താണോ എയിം ചെയ്യുന്നത് അത് മാത്രം മതി നമുക്ക്, അല്ലാതെ അവരുടെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ അവരെന്താണെന്നോ അങ്ങനെയൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ചോദിക്കാൻ തോന്നി, മറ്റൊന്നുമല്ല, ചേച്ചിയുടെ ആ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലൈഫിൽ എന്താണ് സംഭവിച്ചെന്ന്. പക്ഷേ ഒരുപക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ സന്ധ്യ ചേച്ചിക്ക് അത് ചിലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. കാരണം ചേച്ചിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ദഹിച്ചൊന്നും വരില്ല. പക്ഷേ എങ്കിലും എനിക്ക് ചോദിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു, ചേച്ചിയുടെ ഹസ്ബൻഡ് ഇപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയുടെ മുഖം ഒന്ന് വാടി. ശേഷം ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, നീ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ചോദിക്കില്ലെൻ്റെ കുഞ്ഞെ. അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, അതൊക്കെ അമ്മയായിട്ട് സംസാരിക്കുന്ന ഞാൻ കേട്ടു, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പെട്ടെന്ന് സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം, അങ്ങനെയുള്ള ടോപ്പിക്ക് ഞാനിവിടെ ക്ലോസ് ചെയ്തതാണ്. പിന്നെ എൻ്റെ ലൈഫിൽ ഇനിയൊരു വിവാഹമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല, നിൻ്റെ അമ്മ അതൊക്കെ തന്നെയാണ് ചോദിച്ചത്. പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ കൂളായിട്ട് നടക്കാനാണ്, ഇപ്പം ഈ നടക്കുന്നത് പോലെ അങ്ങനെ നടക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പോകുന്നില്ലേ നല്ലത്. പെട്ടെന്ന് ചേച്ചി അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ചേച്ചിയാണ് റോൾ മോഡലാക്കിയത്. ചേച്ചി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും ഇങ്ങനെ തന്നെ ആവും കേട്ടോ എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നെ കണ്ടിങ്ങനെ ആവണ്ട, നിനക്ക് നിൻ്റേതായ സ്വയം തീരുമാനം വേണം, നിനക്ക് എങ്ങനെയാണോ ലൈഫ് ഇഷ്ടം ആ രീതിയിൽ നടക്കുക, നിനക്ക് കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കാനാണെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റായിട്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെ, സിംഗിളായിട്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും നിനക്കെടുക്കാം എന്ന് മാത്രം സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ആ ടൈമിൽ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു അല്ലേ ചേച്ചി എന്ന് പറയുമ്പോൾ, നിൻ്റെ ഇഷ്ടം പോലെ ചെയ് എന്ന് മാത്രം സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സമയം ഒരുപാടായിരുന്നു.
അപ്പുറത്തെ വിളക്കും കാര്യങ്ങളൊക്കെ അണഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ചേച്ചി എന്ന് പറയുമ്പോൾ സന്ധ്യ ചേച്ചി എന്നെ പിടിച്ചിരുത്തി കുറച്ച് നേരം കൊണ്ട് സംസാരിച്ചിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാനുള്ള ആ ഒരു ആക്രാന്തവും കാര്യങ്ങളൊക്കെ ചേച്ചിക്കുണ്ടായിരുന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം കഥ കേട്ട എല്ലാവർക്കും നന്ദി. കഥ ഇനി ഓരോ ലെവലിലേക്കാണ് പോകുന്നത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.